ടു മെഥഡ് അപ്പ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ലിമിറ്റ് ടെസ്റ്റ് ആണ് കേട്ടോ. കുറച്ച് ലിമിറ്റ് ടെസ്റ്റുകളെല്ലാം ഒരുമിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ലിമിറ്റ് ടെസ്റ്റ് ഫോർ ക്ലോറൈഡ് ആണ്. സോ ബേസിക്കലി സോഴ്സ് പറയുവാണെങ്കിൽ ടാപ്പ് വാട്ടർ, ഗ്രൗണ്ട് വാട്ടർ, മിനറൽ വാട്ടർ, കെമിക്കൽ റിയേജന്റ് കണ്ടെയ്നിങ് ക്ലോറൈഡ് അയൺസ് ആണ് നമ്മൾ കൂടുതലായിട്ട് ലിമിറ്റ് ടെസ്റ്റ് ഫോർ ക്ലോറൈഡ് ചെയ്ത് നോക്കുന്നതിന്റെ മേജർ സോഴ്സുകൾ കേട്ടോ. സോ പ്രിൻസിപ്പിൾ പറയാം. ദ ടെസ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ റിയാക്ഷൻ ബിറ്റ്വീൻ സിൽവർ നൈട്രേറ്റ് ആൻഡ് സോലബിൾ ക്ലോറൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ്. ഈ മൂന്ന് കാര്യം ശ്രദ്ധിക്കുക. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ദ ടെസ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ റിയാക്ഷൻ ബിറ്റ്വീൻ സിൽവർ നൈട്രേറ്റും സോലബിൾ ക്ലോറൈഡും ഇൻ ദ പ്രസൻസ് ഓഫ് ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് ആണ് കേട്ടോ. അപ്പോൾ സിൽവർ നൈട്രേറ്റും ക്ലോറൈഡും തമ്മിലുള്ള റിയാക്ഷൻ ആണ് ഇൻ ദ പ്രസൻസ് ഓഫ് നൈട്രിക് ആസിഡ്. മറന്നു പോകണ്ട. ഓക്കെ, ദ റിയാക്ഷൻ ഫോം എ വൈറ്റ് ഒപ്പാലസൻസ് ഓഫ് സിൽവർ ക്ലോറൈഡ്. സോ ഇവിടെ എന്തുണ്ടാവുന്നു? സിൽവർ ക്ലോറൈഡ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. The intensity of which chlorides with the amount of chloride ion in the sample, the opalescence produces compared against a standard solution with a non-concentration of chloride ion. അപ്പം നമുക്കൊരു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ആ സ്റ്റാൻഡേർഡ് സൊല്യൂഷനുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ അമ്മമാരൊക്കെ പറയില്ല അപ്പുറത്തന്നെ കണ്ടു പഠിക്കുന്നു പറയില്ല. അതേപോലെ തന്നെ നമുക്കൊരു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഉണ്ടായിരിക്കും. അതിൽ കൂടാനും കുറയാനും പാടില്ല. അത് അങ്ങനെ തന്നെ ആ ഒരു കളർ നമുക്ക് ഏകദേശം കിട്ടണം എന്നാണ് നമ്മൾ പറയുക. സ്റ്റാൻഡേർഡ്, അതായത് നമുക്കൊരു സ്റ്റാൻഡേർഡ് കോൺസെൻട്രേഷൻ 25 ppm വയ്ക്കും. അപ്പം ബേസിക്കലി സ്റ്റാൻഡേർഡിനേക്കാളും കൂടരുത് എന്നാണ് നമ്മൾ പറയുക. സ്റ്റാൻഡേർഡിന് താഴെ വന്നാൽ പ്രശ്നമൊന്നും ഇല്ല. പക്ഷേ ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് വാല്യൂ എന്നാണ് പറയുക. സോ 25 ppm ആണ് കേട്ടോ. സോ ഇതിന്റെ ഒപ്പാലസെൻസ് കിട്ടും, ഒരു ക്ലൗഡി ആയിട്ടുള്ള ഒരു ഒപ്പാലസെൻസ് കിട്ടും. ആ ഒപ്പാലസെൻസ് വെച്ചിട്ടാണ് നമ്മൾ ക്ലോറൈഡ് എന്ത് ചെയ്യുന്നത്, കമ്പയർ ചെയ്യുന്നത്. ഇനി പ്രിപ്പയർഡ് യൂസിങ് അൺഹൈഡ്രസ് സോഡിയം ക്ലോറൈഡ്. സോ ഇത് എങ്ങനെയാണ് ഈ ക്ലോറൈഡിന്റെ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കുന്നത്? നമ്മൾ അൺഹൈഡ്രസ് സോഡിയം ക്ലോറൈഡ് വെച്ചിട്ടാണ് ഈ ക്ലോറൈഡ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇഫ് ദ ഒപ്പാലസെൻസ് ഇൻ ദ സാമ്പിൾ സൊല്യൂഷൻ ഈസ് ലെസ് ദാൻ സ്റ്റാൻഡേർഡ്, ഇറ്റ് പാസ് ദ ലിമിറ്റ് ടെസ്റ്റ് ഓഫ് ദ ക്ലോറൈഡ്. ഞാൻ പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ സ്റ്റാൻഡേർഡോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡിന് താഴേക്ക് വരികയാണെങ്കിൽ ലിമിറ്റ് ടെസ്റ്റ് ഫോർ ക്ലോറൈഡ് പാസ് ആവുന്നു എന്നുള്ളതാണ്. സോ ബേസിക്കലി നമ്മുടെ സ്റ്റാൻഡേർഡ് വാല്യൂ 25 ppm കണ്ടെയ്നിങ് സാമ്പിൾ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആയിരിക്കും. സോ ഒന്നെങ്കിൽ സ്റ്റാൻഡേർഡോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡിന് താഴെ നമുക്ക് കിട്ടണം. അപ്പം ലിമിറ്റ് ടെസ്റ്റ് പാസ് ആവും. സോ ബേസിക് സിമ്പിൾ ആണ്. സിൽവർ നൈട്രേറ്റ് പ്ലസ് ക്ലോറൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ്. ഓക്കെ, സോ കെമിക്കൽ റിയാക്ഷൻ ഉണ്ട്. സോഡിയം ക്ലോറൈഡും സിൽവർ നൈട്രേറ്റിന്റെയും സിൽവർ ക്ലോറൈഡ് പ്ലസ് സോഡിയം നൈട്രേറ്റ് കിട്ടുന്നു. പിന്നെ സാമ്പിൾ സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ സിൽവർ ക്ലോറൈഡ് പ്ലസ് സിൽവർ നൈട്രേറ്റ് ആണെങ്കിൽ സിൽവർ ക്ലോറൈഡ് പ്ലസ് നൈട്രേറ്റ് അയോൺസ് കിട്ടുന്നു. ഇത് സ്റ്റാൻഡേർഡിന്റെയും ഇത് സാമ്പിളിന്റെയും ആണ്. ജസ്റ്റ് നോക്കി വെച്ചാൽ മതി കേട്ടോ. പരീക്ഷയ്ക്ക് 5 മാർക്കിന് ചോദിക്കുവാണെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് എഴുതാം. ഇനി നമുക്ക് എന്തൊക്കെ അപ്പാരൻസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ ആണ് നമുക്ക് ആവശ്യമുള്ളത്? ഫസ്റ്റ് വൺ, നെസ്ലെ സിലിണ്ടർ വേണം. പിന്നെ നെസ്ലെ സിലിണ്ടർ സ്റ്റാൻഡ് വേണം, ബീക്കർ വേണം, അനലിറ്റിക്കൽ ബാലൻസ് വേണം, ബ്യൂററ്റ്, ഗ്ലാസ് റോഡ്, മെഷറിംഗ് സിലിണ്ടർ. സോ 10 നമ്പറാണ് വേണ്ടത് കേട്ടോ. സോ നെസ്ലെ സിലിണ്ടർ നമ്മൾ ടെസ്റ്റ് ട്യൂബിന്റെ ഒക്കെ പോലെ തന്നെ ഉണ്ടാവുക കേട്ടോ. ഇങ്ങനെ ഏകദേശം അത് താഴെയും മേലെ ഒരേ സർക്കിംഫറൻസ് ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ ആ സിലിണ്ടറിനകത്ത് ഇറക്കി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നോർമലി നമുക്ക് ലാബിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ കെമിക്കൽസ് റിക്വയർഡ് ആയിട്ടുള്ള സിൽവർ നൈട്രേറ്റ് 0.1 മോളർ വേണം, ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് 10% വേണം, ക്ലോറൈഡ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ 25 ppm ഓഫ് ക്ലോറൈഡ് അയോൺസ് നമുക്ക് ആവശ്യമാണ്. ഞാൻ ഓൾറെഡി നമ്മൾ പ്രിപ്പയർ ചെയ്ത് നമുക്ക് ലാബിൽ കിട്ടും കേട്ടോ. സോ ഡിസ്റ്റിൽഡ് വാട്ടർ വേണം. പിന്നെ സാമ്പിൾ, എക്സാമ്പിൾ ഡെക്സ്ട്രോസ്, വാട്ടർ എന്താണ് നമുക്ക് സാമ്പിൾ, ആ സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ റിയാക്ഷൻ ചെയ്യുന്നത്. ഓക്കെ, പ്രൊസീജിയർ പറയാം. പ്രിപ്പയർ സാമ്പിൾ ആൻഡ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ സ്പെസിഫിക്. ഈ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ എന്ത് ചെയ്യുക, സാമ്പിളും പ്രിപ്പയർ ചെയ്യുക, നമ്മുടെ സ്റ്റാൻഡേർഡ് സൊല്യൂഷനും പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ നെസ്ലെ സിലിണ്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. എയോ ബിയോ അങ്ങനെ നിങ്ങൾക്ക് എന്താണെന്ന രീതിയിൽ നിങ്ങൾക്ക് ലേബിൾ ചെയ്യാം. ആൻഡ് ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് ടു ബോത്ത്. രണ്ടിൽ എന്ത് ചെയ്യുക, ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് ആഡ് ചെയ്ത് കൊടുക്കുക. രണ്ടിൽ ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുക. ഡൈല്യൂട്ട് ഈച്ച് സൊല്യൂഷൻ വിത്ത് 50 ml ഓഫ് ഡിസ്റ്റിൽഡ് വാട്ടർ. 50 ml എന്ത് ചെയ്യുക, ഡിസ്റ്റിൽഡ് വാട്ടർ കൊണ്ട് മേക്കപ്പ് ചെയ്യുക. ഇനി സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ 2 ഒഴിക്കുക. സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ 2 ഒഴിക്കുക, സ്റ്റെർ ചെയ്യുക, 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഒപ്പാലസെൻസോ ടർബിഡിറ്റോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാനായിട്ട് പറ്റും എന്നുള്ളതാണ്. സോ ഒപ്പാലസെൻസ് വെച്ചിട്ടാണ് നമ്മൾ നോക്കുക. ഞാൻ ഇപ്പോഴും പറയുന്നു, നമ്മളൊരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് നോക്കും. നമ്മുടെ സ്റ്റാൻഡേർഡോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡിന് താഴെയോ ആയിരിക്കണം എന്ത് കാണേണ്ടത്, ഒപ്പാലസെൻസ് കാണേണ്ടത്. എന്നാൽ മാത്രമേ എന്തുള്ളൂ, ലിമിറ്റ് ടെസ്റ്റ് ഫോർ ക്ലോറൈഡ് പാസ് ആവുള്ളൂ. സിമ്പിളാണ്, അധികം ഒന്നും പഠിക്കാനായിട്ട് ഇല്ല, കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇനി റിയേജൻസിന്റെ റോൾസ് ആണ്. ഇവിടെ ക്ലോറൈഡ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ നമുക്ക് ഉണ്ടല്ലോ, നമ്മൾ അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്, റെഫറൻസ് ആണല്ലേ. ഇത് വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്.
ചെയ്യുന്നത് അല്ലേ. സോ കമ്പാരിസന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ നെക്സ്റ്റ് വൺ ഈ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആണ്. എന്തിനാണ് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ? ക്ലോറൈഡ് അയൺസുമായിട്ട് റിയാക്ട് ചെയ്ത് സിൽവർ ക്ലോറൈഡ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഉപയോഗിക്കുന്നത്. ഒന്നും കൂടെ പറയാം, ക്ലോറൈഡ് അയൺസുമായിട്ട് റിയാക്ട് ചെയ്ത് സിൽവർ ക്ലോറൈഡ് ഉണ്ടാവണം. നെക്സ്റ്റ് വൺ ഈസ് നൈട്രിക് ആസിഡ് ആണ്. സോ നൈട്രിക് ആസിഡ് എന്താ ചെയ്യാന്ന് വെച്ചാൽ മേക്ക് ദ സൊല്യൂഷൻ അസിഡിക്, ഈ നമ്മുടെ സൊല്യൂഷൻ അസിഡിക് ആക്കി മാറ്റുകയും ഹെൽപ്പ് ഇൻ ദ പ്രസിപ്പിറ്റേഷൻ ഓഫ് സിൽവർ ക്ലോറൈഡ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ ഉണ്ടാവുന്ന സിൽവർ ക്ലോറൈഡിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് നൈട്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ഓൾസോ റിമൂവ് അതർ ഇമ്പ്യൂരിറ്റീസ് സച്ച് ആസ് സൾഫേറ്റ്, ഫോസ്ഫേറ്റ്, കാർബണേറ്റ് ആൻഡ് ബൈകാർബണേറ്റ്. സൾഫേറ്റും ഫോസ്ഫേറ്റും കാർബണേറ്റും ബൈകാർബണേറ്റ് ആയിട്ടുള്ള എല്ലാ ഇമ്പ്യൂരിറ്റീസും റിമൂവ് ചെയ്യുമെന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് പ്രിപ്പറേഷൻ ഓഫ് ക്ലോറൈഡ് സ്റ്റാൻഡ് സൊല്യൂഷൻ. എങ്ങനെയാണ് നമുക്കൊരു ക്ലോറൈഡ് സ്റ്റാൻഡ് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതാണ്. അൺഹൈഡ്രസ് സൊല്യൂഷൻ ക്ലോറൈഡ് ഈസ് ഡിസോൾവ് ഇൻ വാട്ടർ ടു പ്രിപ്പയർ എ സൊല്യൂഷൻ ഓഫ് 0.0824% വെയ്റ്റ് ബൈ വോളിയം വിച്ച് ഈസ് ദെൻ ഡൈലൂട്ട് ടു ഒബ്റ്റെയിൻ ഡിസൈർഡ് 25 ppm ക്ലോറൈഡ് സ്റ്റാൻഡ് സൊല്യൂഷൻ. സോ എങ്ങനെ ഉണ്ടാക്കുക? നമ്മൾ അൺഹൈഡ്രൈസ് ആയിട്ടുള്ള സോഡിയം ക്ലോറൈഡ് എടുക്കുന്നു, വെള്ളത്തിൽ മിക്സ് ചെയ്യുന്നു. ഓക്കെ, 0.824% വെയ്റ്റ് ബൈ വോളിയം ആണ് നമ്മൾ സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഡൈലൂട്ട് ചെയ്ത് 25 ppm നമുക്ക് കിട്ടുന്ന അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റാൻഡ് സൊല്യൂഷൻ നമ്മൾ ഡൈലൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. വലുതായിട്ടൊന്നുമില്ല, 5 മാർക്കിനൊക്കെ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ലിമിറ്റ് ടെസ്റ്റ് ഫോർ സൾഫേറ്റ് ആണ് കേട്ടോ. സോ സൾഫേറ്റിന്റെ സോഴ്സ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് വാട്ടർ, ഗ്രൗണ്ട് വാട്ടർ, മിനറൽ വാട്ടർ, കെമിക്കൽ റീജന്റ്, പിന്നെ കണ്ടെയ്നിങ് സൾഫൈൻ അയോൺസ് ആണ്. സോ പ്രിൻസിപ്പിൾ പറയുവാണെങ്കിൽ ദ ടെസ്റ്റ് റിലൈസ് ഓൺ ദ റിയാക്ഷൻ ബിറ്റ്വീൻ ബേരിയം ക്ലോറൈഡ് ആൻഡ് സോലുബിൾ സൾഫേറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ ഇവിടെ വരുന്ന 2 കമ്പൗണ്ട് ആരാണ്? ഒന്ന് ബേരിയം ക്ലോറൈഡും സോലുബിൾ സൾഫേറ്റും ഇൻ ദ പ്രസൻസ് ഓഫ് ആരാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl ബന്ധമുണ്ട്. The reaction form a white opalescence of barium sulfate, the intensity of which depend on the amount of sulfate impurity present in the sample. ഇവിടെയും ഒപ്പാലസെൻസ് അല്ലെങ്കിൽ ടർബിഡിറ്റി തന്നെയാണ്. സോ എത്രത്തോളം കൂടുന്ന അനുസരിച്ച് ഇമ്പ്യൂരിറ്റി ഉണ്ട് എന്നാണ് പറയാം. ഒപ്പാലസൻ പ്രൊഡ്യൂസ് ഇൻ ദ കമ്പയർഡ് അഗെയിൻസ്റ്റ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ വിച്ച് നോൺ ആസ് കോൺസെൻട്രേഷൻ ഓഫ് സൾഫേറ്റ് ആൻഡ് 10 ppm. സോ ഓൾറെഡി നമുക്ക് എന്താണ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്നറിയാം. സോ സ്റ്റാൻഡേർഡ് സൊല്യൂഷനിൽ പറയുന്നത് 10 ppm ആണ്. എങ്ങനെ ഉണ്ടാക്കുന്നത്? പൊട്ടാസ്യം സൾഫേറ്റിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, സൾഫേറ്റിന്റെ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കുന്നത് പൊട്ടാസ്യം സൾഫേറ്റ്. ഓക്കെ, ഇഫ് ദ ഒപ്പാലസൻ സാമ്പിൾ സ്റ്റാൻഡേർഡിനേക്കാൾ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യുന്നു? പാസ്സാവില്ല. കുറവാണെങ്കിൽ, സ്റ്റാൻഡേർഡിനേക്കാൾ കുറവാണെങ്കിൽ പാസ്സാവും. ഓക്കെ അല്ലേ, സിമ്പിൾ അല്ലേ? കെമിക്കൽ റിയാക്ഷന് സ്റ്റാൻഡേർഡ് സൊല്യൂഷനോ സാമ്പിൾ സൊല്യൂഷനോ അങ്ങനെ ഒരു സ്പെസിഫിക് കെമിക്കൽ റിയാക്ഷൻ ഒന്നും പറയാനില്ല. ഈ ഒരു തിയററ്റിക്കലി മാത്രമേ നമുക്കുള്ളൂ കേട്ടോ. സോ അപ്പാരറ്റസ് ഇവിടെയും നെസ്ല സിലിണ്ടറും നമ്മൾ പറഞ്ഞ ബ്യൂറട്ടും അല്ലെങ്കിൽ ഗ്ലാസ് റോഡും ഒക്കെ തന്നെയാണ്, സെയിം തന്നെയാണ് കേട്ടോ. കെമിക്കൽ റെക്കോർഡ് ആയിട്ടുള്ളത് ബേരിയം ക്ലോറൈഡ് വേണം, അസറ്റിക് ആസിഡ് വേണം, ആൽക്കഹോൾ വേണം, പൊട്ടാസ്യം സൾഫേറ്റ് വേണം, സൾഫേറ്റ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ വേണം, 10 ppm ആണ്, മറന്നു പോകരുത്. ഡിസ്റ്റിൽഡ് വാട്ടർ വേണം, സാമ്പിൾ വേണം, ഡെക്സ്ട്രോസോ സോഡിയം ക്ലോറൈഡ് വാട്ടവർ നമുക്ക് സാമ്പിൾ വേണം. ഓക്കെ, ഇനി നമുക്ക് പ്രൊസീജിയർ നോക്കിയാലോ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം സ്റ്റാൻഡേർഡ് സൊല്യൂഷനും സാമ്പിൾ സൊല്യൂഷനും പ്രിപ്പയർ ചെയ്യുക, നെസ്ല സിലിണ്ടറിലേക്ക് മാറ്റാം. ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ, എഥനോളിക് പൊട്ടാസ്യം സൾഫേറ്റും ഒരുമിച്ച് എന്ത് ചെയ്യുക, സാമ്പിളിലും സ്റ്റാൻഡേർഡിലും ആഡ് ചെയ്യുക. എന്തൊക്കെയാണ്? ബേരിയം ക്ലോറൈഡും എഥനോളിക് പൊട്ടാസ്യം സൾഫേറ്റും കൂടെ എന്ത് ചെയ്യുക, 2ലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് 1 മിനിറ്റ് വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, സ്റ്റാൻഡേർഡ് സൾഫേറ്റ് സൊല്യൂഷൻ എന്ത് ചെയ്യുക, ആഡ് സ്റ്റാൻഡേർഡ് സൾഫേറ്റ് സൊല്യൂഷൻ സ്റ്റാൻഡേർഡ് സിലിണ്ടറിൽ എന്ത് ചെയ്യുക, സ്റ്റാൻഡേർഡ് സൾഫേറ്റ് സൊല്യൂഷൻ ഇടുക. അതിനുശേഷം അസറ്റിക് ആസിഡ് 2 സിലിണ്ടറിൽ ഒഴിക്കുക, ഡൈല്യൂട്ട് ചെയ്യുക 50 ml ഡിസ്റ്റിൽഡ് വാട്ടർ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കുക, 5 മിനിറ്റ് ഇളക്കുക. ഒപ്പാലസെൻസോ ടേബിളിട്ട് നോക്കാം. അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞിട്ടെ, നമ്മൾ സാമ്പിൾ എടുത്തു, നെസ്ലസിൽ വെച്ചു, ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഒഴിച്ചു, എഥനോളിക് പൊട്ടാസ്യം സൾഫേറ്റ് വെച്ചു, രണ്ടും കൂടെ എന്ത് ചെയ്തു, നമ്മൾ മിക്സ് ചെയ്തു, 1 മിനിറ്റ് വെയിറ്റ് ചെയ്തു, സ്റ്റാൻഡേർഡ് സൾഫേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്തു, അസിറ്റിക് ആസിഡ് 2ലും ആഡ് ചെയ്തു, 50 ml ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്തു, 5 മിനിറ്റ് വെച്ചു, ഒപ്പാലൻസോ ടേബിളിട്ട് നമ്മൾ നോക്കുന്നു. സിമ്പിൾ അല്ലേ? ഭയങ്കര സിമ്പിളാണ്. ഇനി ഒബ്സർവേഷൻ ആണെങ്കിലോ, ഒപ്പാലൻസൻസ് വെച്ച് നമ്മൾ നോക്കുന്നത്. സോ നമ്മൾ എന്തെങ്കിലും ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് എത്രത്തോളം കൂടുതലുണ്ട് കുറവുണ്ട് നോക്കും. കുറവാണെന്നുണ്ടെങ്കിൽ പാസ്സാവുന്നു. ഇനി റീജിയൻ്റെ റോള് പറയാം. സൾഫേറ്റ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആണെങ്കിൽ എന്ത് വേണ്ടിയിട്ട്, നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടി, സ്റ്റാൻഡേർഡ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ബേരിയം സൾഫേറ്റ് റിയേജൻ്റ് ആണെങ്കിൽ അതിൽ ബേരിയം ക്ലോറൈഡും പൊട്ടാസ്യം സൾഫേറ്റും ഉണ്ട് അല്ലേ. സോ അത് എന്ത് ചെയ്യുന്നു, സൾഫേറ്റ് അയോണുമായിട്ട്, സാമ്പിളിലുള്ള സൾഫേറ്റ് അയോണുമായിട്ട് നിന്ന് റിയാക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഒന്നും കൂടെ പറയാം, കണ്ടെയ്ൻ ബേരിയം ക്ലോറൈഡ് ആൻഡ് പൊട്ടാസ്യം സൾഫേറ്റ് റിയാക്ട് വിത്ത് സൾഫേറ്റ് അയോൺ ഇൻ ദ സാമ്പിൾ. ഓക്കെ, സോ നെക്സ്റ്റ് ആണ് അസറ്റിക് ആസിഡ് നമ്മൾ ആഡ് ചെയ്തില്ലേ, അതെന്തിനു വേണ്ടിയിട്ടാണ്?
മേക്ക് ദ സൊല്യൂഷൻ അസിഡിക് ആക്കാൻ വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല ബേരിയം സൾഫേറ്റിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഓൾസോ റിമൂവ് ഇമ്പ്യൂരിറ്റീസ് സച്ച് എസ് സൾഫേറ്റ്, ഫോസ്ഫേറ്റ്, കാർബണേറ്റ്, ബൈകാർബണേറ്റ്. അപ്പം സൾഫേറ്റും കാർബണേറ്റും ബൈകാർബണേറ്റും പോലുള്ള ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യുന്നു, അതിനെ റിമൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി സൾഫേറ്റ് സ്റ്റാൻഡേർഡ് സ്റ്റോക്ക് സൊല്യൂഷൻ നോക്കിയാലോ. സോ പൊട്ടാസ്യം സൾഫേറ്റ് ഡിസോൾവ് ഇൻ വാട്ടർ ടു പ്രിപ്പയർ എ സൊല്യൂഷൻ ഓഫ് 0.181 വെയിറ്റ് ബൈ വോളിയം. സോ എങ്ങനെ നമ്മൾ സ്റ്റാൻഡ് ഉണ്ടാക്കുന്നത്, നമ്മൾ പൊട്ടാസ്യം സൾഫേറ്റ് വെച്ച് ഉണ്ടാക്കണം ഞാൻ ഓൾറെഡി പറഞ്ഞു. സോ പൊട്ടാസ്യം സൾഫേറ്റിന് എന്ത് ചെയ്യുന്നു, വെള്ളത്തിൽ വെച്ച് മിക്സ് ചെയ്ത് 0.181% വെയിറ്റ് ബൈ വോളിയം ആൻഡ് 10 ppm സൾഫേറ്റ് സ്റ്റാൻഡ് സൊല്യൂഷൻ കിട്ടുന്നവരെ നമ്മൾ ഡൈലൂട്ട് ചെയ്ത് എടുക്കുന്നു എന്നുള്ളതാണ്. സിമ്പിൾ അല്ലേ, ഭയങ്കര സിമ്പിൾ അല്ലേ. സോ നെക്സ്റ്റ് വൺ ഇസ് ലിമിറ്റ് ടെസ്റ്റ് ഫോർ അയൺ ആണ്. ഇത് ടാപ്പ് വാട്ടർ, ഗ്രൗണ്ട് വാട്ടർ, മിനറൽ വാട്ടർ, കെമിക്കൽ റിയേജന്റ് കണ്ടെയ്നിങ് അയൺ ഒക്കെ തന്നെയാണ് സോഴ്സ് വരുന്നത് കേട്ടോ. സോ പ്രിൻസിപ്പിൾ ആണെങ്കിൽ ദ ടെസ്റ്റ് ഇസ് ബേസ്ഡ് ഓൺ ദ കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ തയോഗ്ലൈക്കോളിക് ആസിഡ് ആൻഡ് സോലുബിൾ അയൺ ഇൻ ദ പ്രസൻസ് ഓഫ് അമോണിയ ആൻഡ് അയൺ ഫ്രീ സിട്രിക് ആസിഡ്. അപ്പോൾ എന്തൊക്കെ ഇവിടെ വരുന്നത്, ഒന്ന് എന്താണ്, തയോഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ട്, സോലുബിൾ അയൺ ഉണ്ട്, അമോണിയ ഉണ്ട്, അയൺ ഫ്രീ സിട്രിക് ആസിഡ് ഉണ്ട്. 4 കാര്യങ്ങളാണ് അല്ലേ. തയോഗ്ലൈക്കോളിക് ആസിഡ് പ്ലസ് സോലുബിൾ അയൺ ഇൻ ദ പ്രസൻസ് ഓഫ് അമോണിയ ആൻഡ് അയൺ ഫ്രീ സിട്രിക് ആസിഡ്. ഈ റിയാക്ഷൻ ഒരു പെയിൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡീപ്പ് ആയിട്ടുള്ള റെഡിഷ് പേർപ്പിൾ കളറാണ് തരിക. ഈ റിയാക്ഷൻ എന്താണ് ചെയ്യുക, ഫോം എ പെയിൽ ടു ഡീപ്പിഷ് റെഡിഷ് പേർപ്പിൾ കളർ ഓഫ് ഫെറസ് തയോഗ്ലൈക്കോളേറ്റ്. മറ്റതൊക്കെ ഒപ്പാലസൻസോ ടെർബിഡിറ്റിയോ ആയിരുന്നെങ്കിൽ ഇവിടെ ഒരു ഡീപ്പ് റെഡിഷ് പേർപ്പിൾ കളറാണ്. ഓക്കെ, സോ the intensity of the color depend on the amount of iron impurity present in the sample. അപ്പം ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുവാണ്, ഭയങ്കര കളറായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത്രയും എന്തുണ്ട്, ഇമ്പ്യൂരിറ്റി ഉണ്ട് എന്നുള്ളതാണ്. സോ ദ കളർ ഇൻറ്റൻസിറ്റി പ്രൊഡ്യൂസ് ഇൻ ദ സാമ്പിൾ ഇസ് കമ്പയർഡ് അഗൈൻസ്റ്റ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഓൺ എസ് കോൺസെൻട്രേഷൻ ഓഫ് അയൺ അയൺസ്. സോ ഓൾറെഡി 10 ppm ഉള്ള ഒരു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ കളർ ഇൻറ്റൻസിറ്റി നമ്മൾ കമ്പയർ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് കേട്ടോ. ഇഫ് ദ കളർ ദ ഇൻറ്റൻസിറ്റി സാമ്പിൾ കുറവാണെന്നുണ്ടെങ്കിൽ പാസ് ചെയ്യും, കൂടുതലാണെങ്കിൽ തോറ്റുപോകും. അത്രയേ ഉള്ളൂ. കെമിക്കൽ റിയാക്ഷൻ അങ്ങനെ സ്പെസിഫിക് ആയിട്ടൊന്നും പറയാനായിട്ടൊന്നും ഇല്ല. സോ സിമ്പിളായിട്ട് മനസ്സിലായില്ലേ, തയോഗ്ലൈക്കോളിക് ആസിഡ്, സോലുബിൾ അയൺ, അമോണിയ ആൻഡ് അയൺ ഫ്രീ സിട്രിക് ആസിഡ് ആണ്. ഡീപ്പ് റെഡിഷ് പേർപ്പിൾ കളർ ഓഫ് ഫെറസ് തയോഗ്ലൈക്കോളേറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ. സോ അപ്പാരറ്റസ് വേണ്ടത് സെയിം ആണ്, നെസ്ലേഴ്സ് തന്നെയാണ് വേണ്ടത്. സോ കെമിക്കൽ റിക്വയർ ആയിട്ടുള്ള തയോഗ്ലൈക്കോളിക് ആസിഡ് വേണം. അപ്പോൾ ഓൾറെഡി നമ്മൾ ഡെഫിനേഷൻ പറഞ്ഞു. അയൺ ഫ്രീ സിട്രിക് ആസിഡ് വേണം, അമോണിയ വേണം, സ്റ്റാൻഡേർഡ് അയൺ സൊല്യൂഷൻ വേണം, റെഡ് ലിറ്റ്മസ് പേപ്പർ വേണം, ഡിസ്റ്റിൽഡ് വാട്ടർ വേണം, സാമ്പിൾ സാമ്പിൾ ഡെക്സ്ട്രോസോ സോഡിയം ക്ലോറൈഡ് എന്ത് വേണമെങ്കിലും ആകാം. സോ പ്രൊസീജിയർ നോക്കിയാലോ, നമുക്ക് നോർമലി എന്ത് ചെയ്യേണ്ട, സാമ്പിളും സ്റ്റാൻഡ് സൊല്യൂഷനും നമ്മൾ പറഞ്ഞതുപോലെ ഉണ്ടാക്കുക, നെസ്ലർ സിലിണ്ടറിലേക്ക് മാറ്റുക, അയൺ ഫ്രീ സിട്രിക് ആസിഡ് ആഡ് ചെയ്യുക, തയോഗ്ലൈക്കോളിക് ആസിഡ് ആഡ് ചെയ്യുക, രണ്ടും സ്റ്റാൻഡേർഡിലും സാമ്പിളിലും ആഡ് ചെയ്യുക. എന്താണ്, അയൺ ഫ്രീ സിട്രിക് ആസിഡും തയോഗ്ലൈക്കോളിക് ആസിഡും ആഡ് ചെയ്യുക. എന്നിട്ട് സൊല്യൂഷനെ എന്ത് ചെയ്യണം, ആൽക്കലൈൻ ആണ് ആക്കേണ്ടത്. എന്താക്കേണ്ടത്, ആൽക്കലൈൻ ആക്കണം. അപ്പോൾ അതെങ്ങനെ ആൽക്കലൈൻ ആക്കുന്നത്, അമോണിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് കേട്ടോ. സോ അണ്ടിൽ ദ റെഡ് ലിറ്റ്മസ് പേപ്പർ ടേൺ ബ്ലൂ, നമുക്കിപ്പം അത് ആൽക്കലൈൻ ആയിട്ടുണ്ടോ, സൊല്യൂഷൻ ആൽക്കലൈൻ ആയോ ഇല്ലയോ എന്ന് തിരിച്ചറിയുന്നത് നമ്മൾ റെഡ് ലിറ്റ്മസ് പേപ്പർ വെച്ചിട്ടുണ്ടായിരിക്കാനകത്ത് അത് ബ്ലൂ ആകുന്നത് വരെ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ് ചെയ്യുക. പിന്നെ നോർമൽ ചെയ്യുന്ന പോലെ 50 ml വാട്ടർ ആഡ് ചെയ്യുക, എന്നിട്ട് നന്നായിട്ട് സ്റ്റിർ ചെയ്യുക, ഒബ്സർവ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരൊറ്റ വ്യത്യാസം, അസിഡിക് അല്ല, ആൽക്കലൈൻ ആണ്, അമോണിയ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് കളർ കമ്പയർ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. ഒബ്സർവേഷൻ പറഞ്ഞതുപോലെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇട്ടോ വയ്ക്കുന്നവരുടെ സോ വെച്ചിട്ട് നമ്മൾ നോക്കും എത്രത്തോളമാണ് കളറിന് ഡിഫറൻസ് വരുന്നത്, അല്ലെങ്കിൽ കൂടുതലാണോ കുറവാണോ നോക്കിയിട്ടാണ് നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. ഇനി റിയേജൻ്റെ റോള് പറയാം. തയോഗ്ലൈക്കോളിക് ആസിഡ് ഇമ്പ്യൂരിറ്റി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫെറിക് അയണിനെ ഫെറസ് സ്റ്റേറ്റിലേക്ക് മാറ്റുകയാണ് ചെയ്യുക. കൺവേർട്ട് ഫെറിക് അയൺ ടു ഫെറസ് സ്റ്റേറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് മാത്രമല്ല, റിയാക്ടിങ് ഓൺലി വിത്ത് ഫെറസ് അയൺ. ഈ തയോഗ്ലൈക്കോളിക് ആസിഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, ഇത് ഫെറസ് അയണുമായിട്ട് മാത്രമേ റിയാക്ട് ചെയ്യുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് സിട്രിക് ആസിഡ് ആണ്. സിട്രിക് ആസിഡ് ഒരു ബഫറാണ് കേട്ടോ. അതായത് പ്രിവെന്റിംഗ് ദ റിയാക്ഷൻ ബിറ്റ്വീൻ അയൺ ആൻഡ് അമോണിയ, അയൺ അയോണും അമോണിയയും തമ്മിലുള്ള റിയാക്ഷനെ പ്രിവെന്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഹിൻഡർ ചെയ്യുവാണ് ചെയ്യുക കേട്ടോ. ആൻഡ് എലിമിനേറ്റ് അതർ മെറ്റാലിക് ഇമ്പ്യൂരിറ്റി. പിന്നെ വേറെ എന്തെങ്കിലും മെറ്റാലിക് ഇമ്പ്യൂരിറ്റി ഉണ്ടെങ്കിൽ അതും റിമൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ അതുമായിട്ടുള്ള റിയാക്ഷനുമായിട്ട് പ്രിവെന്റ് ചെയ്യുകയോ ആണ് ചെയ്യുക കേട്ടോ. സോ അമോണിയ നമുക്കറിയാം, ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലേ, എന്താണ്, ആൽക്കലൈൻ ആക്കുക എന്നുള്ളതാണ്. പിന്നെ കളർ കിട്ടാൻ ഒരു മെയിൻ കാരണം അമോണിയ തന്നെയാണ് കേട്ടോ. അയൺ സ്റ്റാൻഡ് സൊല്യൂഷൻ അറിയാമല്ലോ, നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അയൺ
സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ അല്ലേ, ഭയങ്കര സിമ്പിളാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ലിമിറ്റ് ടെസ്റ്റ് ടു ഹെവി മെറ്റൽസ് ആണ്. സോ ഹെവി മെറ്റൽ എന്താണ് ഹെവി മെറ്റൽ? സോ ദ ടേം ഹെവി മെറ്റൽ ലാക്ക് എ സ്റ്റാൻഡേർഡൈസേഷൻ ഡെഫിനിഷൻ ബട്ട് ജനറൽ റെഫേഴ്സ് ടു മെറ്റാലിക് എലമെന്റ് ദാറ്റ് ആർ ടോക്സിക് ആൻഡ് ഹാവ് ഹൈ ഡെൻസിറ്റി, സ്പെസിഫിക് ഗ്രാവിറ്റി, അറ്റോമിക് വെയിറ്റ്. സോ ഹെവി മെറ്റൽ എന്ന് പറയാനുള്ള റീസൺ എന്താ? ഇത് എല്ലാം മെറ്റാലിക് എലമെൻറ്റ് തന്നെയാണ്, എന്നാൽ നമ്മൾ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഹൈലി ടോക്സിക് ആയതും അല്ലെങ്കിൽ ഹൈ ഡെൻസിറ്റി ഉള്ളതും സ്പെസിഫിക് ഗ്രാവിറ്റി ഉള്ളതും അല്ലെങ്കിൽ അറ്റോമിക് വെയിറ്റ് ഹൈ ആയിട്ടുള്ള, അല്ലെങ്കിൽ ജനറലി ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഹെവി മെറ്റൽസ് എന്ന് നമ്മൾ പറയാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ലെഡ്, മെർക്കുറി, കാഡ്മിയം, ആർസനിക് ഒക്കെ തന്നെയാണ്. സോ ഇത് നമ്മുടെ ബോഡിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് രീതിയിലുള്ള ടോക്സിസിറ്റി ഉണ്ടാക്കും എന്നുള്ളതാണ്. ദ ടോക്സിറ്റി ഓഫ് metal varies depending on its allotrope or the oxidation state. സോ ഈ ഹെവി മെറ്റലിൻ്റെ ടോക്സിറ്റി എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അലോട്രോപ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടോ എനിക്ക് ഉണ്ടായിരിക്കുക. ഇത് ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷനാണ്. സോ ഹെവി മെറ്റലിൻ്റെ ചോദിച്ചാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് എഴുതാം കേട്ടോ. സോ നമ്മൾ പ്രിൻസിപ്പിൾ നോക്കാൻ പോവാണേ. സോ പ്രിൻസിപ്പിൾ പറയുവാണെങ്കിൽ ലിമിറ്റ് ടെസ്റ്റിൽ നമുക്കറിയാം ഹെവി മെറ്റൽ പറഞ്ഞു, മെർക്കുറി ഉണ്ട്, കാഡ്മിയം ഉണ്ട്, ലെഡ് ഉണ്ട്, ആഴ്സനിക് ഉണ്ട് അല്ലേ. സോ ഇവിടെ റിയാക്ഷൻ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഹെവി മെറ്റലും ഇതിൻ്റെ കൂടെ ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്തിട്ടുള്ള സാച്ചുറേറ്റ് സൊല്യൂഷൻ ഓഫ് ഹൈഡ്രജൻ സൾഫൈഡും ഉണ്ടായിരിക്കും. എന്താണ് ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ടായിരിക്കും? pH 3-4 ആയിരിക്കും. സോ ബേസിക്കലി ഇതിനൊരു ബ്രൗണിഷ് കോളൽ സൊല്യൂഷനായിട്ട് മാറും. എപ്പോഴാണ്? അതിന് റെസ്പെക്റ്റീവ് മെറ്റാലിക് സൾഫൈഡ്സ് ഉള്ളപ്പോൾ. ദിസ് ഫോം ബ്രൗണിഷ് കോളൽ സൊല്യൂഷൻ ഓഫ് റെസ്പെക്റ്റീവ് മെറ്റാലിക് സൾഫൈഡ്. അതായത് ഈ റിയാക്ഷൻ നടക്കുമ്പോൾ എന്താണ് റെസ്പെക്റ്റീവ് മെറ്റാലിക് സൾഫൈഡ്സ് ഉണ്ടാവുകയും അങ്ങനെ ഒരു ബ്രൗണിഷ് കോളൈഡ് സൊല്യൂഷൻ ആവുകയും ചെയ്യുന്നു. ഇനി ഇതിൻ്റെ ഇൻറ്റൻസിറ്റി വെച്ചിട്ടാണ് നമ്മൾ എത്രത്തോളം ഇമ്പ്യൂരിറ്റി ഉണ്ടെന്ന് പറയണത്. നമുക്ക് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഉണ്ടായിരിക്കും, അത് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്നു. കുറവാണെങ്കിൽ ഇറ്റ് വിൽ പാസ്, കൂടുതലാണെങ്കിൽ ഫെയിൽ ആയിരിക്കും. സോ കെമിക്കൽ റിയാക്ഷൻ ഉണ്ട്, ഹെവി മെറ്റൽസിൻ്റെ ഉണ്ട്. ഹെവി മെറ്റൽസ് ഹെവി മെറ്റൽ സൾഫൈഡ്സ് ആയിട്ട് മാറുന്ന റിയാക്ഷൻ സാമ്പിൾ സൊല്യൂഷനിൽ ഇങ്ങനെയാണ്. പിന്നെ അമോണിയ അസറ്റിക് ആസിഡ് ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ കൊടുക്കുന്നതുകൊണ്ടാണ് ബ്രൗണിഷ് കളർ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇത് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഉണ്ട്, അമോണിയ അസറ്റിക് ആസിഡും അവിടെയും ബ്രൗണിഷ് കളർ തന്നെയാണ്. സോ അതിൻ്റെ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ്റെയും കെമിക്കൽ റിയാക്ഷൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അപ്പാരൻറ്റസ് വേണ്ടത് നമ്മുടെ നേരത്തെ പറഞ്ഞ നെസ്ല സിലിണ്ടറും ഒക്കെ സെയിം തന്നെയാണ്. കെമിക്കൽ required freshly prepared saturated solution of hydrogen sulfide ആവശ്യമാണ്. അമോണിയ, അസറ്റിക് ആസിഡ്, സൾഫ്യൂറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, തയോ അസറ്റമൈഡ്, pH പേപ്പർ, സാമ്പിൾ. അപ്പോൾ ഏതൊക്കെയാണ് പറഞ്ഞത്? ഒന്നെന്തൊക്കെയാണ്? ഹൈഡ്രജൻ സൾഫൈഡ് വേണം, പിന്നെ അമോണിയ വേണം, അസറ്റിക് ആസിഡ് വേണം, സൾഫ്യൂറിക് ആസിഡ് വേണം, നൈട്രിക് ആസിഡ് വേണം, തയോ അസറ്റമൈഡ് വേണം, pH പേപ്പർ വേണം. സോ സാമ്പിൾ സൊല്യൂഷൻ. ഓക്കെ, സോ പ്രൊസീജിയർ പറയുവാണെങ്കിൽ ഇന്ത്യൻ ഫാർമക്കോപ്പിയ പ്രൊവൈഡ്സ് 4 മെത്തേഡ് ഫോർ ലിമിറ്റ് ടെസ്റ്റ് ഓഫ് ഹെവി മെറ്റൽ ഡിപ്പെൻഡിങ് ഓൺ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ സബ്സ്റ്റൻസ് ബീങ് ടെസ്റ്റഡ്. സോ ബേസിക്കലി ഇന്ത്യൻ ഫാർമക്കോപ്പിയയിൽ ഏകദേശം 4 മെത്തേഡ്സുകളാണ് പറയുന്നത്. എത്രയാണ്? 4 മെത്തേഡ്സ്. ഓക്കെ, ദ ഫസ്റ്റ് മെത്തേഡ് ഈസ് യൂസ് ഫോർ substance giving clear colorless solution under specific condition. So first method എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തിനാ ചെയ്യുന്നത്? യൂസ്ഡ് ഫോർ സബ്സ്റ്റൻസസ് ഗീവ്സ് ക്ലിയർ കളർലെസ് സൊല്യൂഷൻ. നമ്മൾ സ്പെസിഫിക് കണ്ടീഷനിൽ ക്ലിയർ കളർലെസ് സൊല്യൂഷൻ ആണ് തരുന്നതെങ്കിൽ ആ കണ്ടീഷൻ ആയിരിക്കും മെത്തേഡ് 1. ഇനി മെത്തേഡ് 2 ആണെങ്കിൽ എംപ്ലോയ്ഡ് ഫോർ സബ്സ്റ്റൻസ് നോട്ട് ഗീവിങ് ക്ലിയർ കളർലെസ് സൊല്യൂഷൻ. അപ്പം എന്താണ്? ഒരു ക്ലിയർ കളർലെസ് സൊല്യൂഷൻ തരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മെത്തേഡ് 2. മെത്തേഡ് 1 ക്ലിയർ കളർലെസ് സൊല്യൂഷൻ, മെത്തേഡ് 2 നോട്ട് ഗീവിങ് ക്ലിയർ കളർലെസ് സൊല്യൂഷൻ, ആൻഡ് മെത്തേഡ് 3 യൂസ് ഫോർ സബ്സ്റ്റൻസ് ഗീവിങ് ക്ലിയർ കളർലെസ് സൊല്യൂഷൻ ഇൻ സോഡിയം ഹൈഡ്രോക്സൈഡ്. അവിടെ ഒരു സ്പെസിഫിക് കണ്ടീഷൻ ഉണ്ട്, ക്ലിയർ കളർലെസ് സൊല്യൂഷൻ തരും, പക്ഷെ എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡും കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് മെത്തേഡ് ഡി എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫോർ സബ്സ്റ്റൻസ് റിയാക്ടിങ് വിത്ത് ഹൈഡ്രജൻ സൾഫൈഡ് യൂസിങ് സ്പെസിഫിക് കണ്ടീഷൻ. എവിടെയാണ്? ഹൈഡ്രജൻ സൾഫൈഡ് ആയിരിക്കും അണ്ടർ സ്പെസിഫിക് കണ്ടീഷൻ. ഓക്കെ, ആപ്ലിക്കേഷൻ ഫോർ സബ്സ്റ്റൻസ് റിയാക്ടിങ് വിത്ത് ഹൈഡ്രജൻ സൾഫൈഡ് അണ്ടർ സ്പെസിഫിക് കണ്ടീഷൻ. സോ മെത്തേഡ് 1 എന്തായിരുന്നു? ക്ലിയർ കളർ സൊല്യൂഷൻ വിത്ത് സ്പെസിഫിക് കണ്ടീഷൻ. മെത്തേഡ് 2 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നോട്ട് ഗീവിങ് ക്ലിയർ കളർലെസ് സൊല്യൂഷൻ. മെത്തേഡ് 3 എന്തായിരുന്നു? ക്ലിയർ കളർ സൊല്യൂഷൻ സോഡിയം ഹൈഡ്രോക്സൈഡ്. ആൻഡ് മെത്തേഡ് ഡി എന്തായിരുന്നു? ആപ്ലിക്കേഷൻ ഫോർ സബ്സ്റ്റൻസ് റിയാക്ടിങ് വിത്ത് ഹൈഡ്രജൻ സൾഫൈഡ് അണ്ടർ സ്പെസിഫിക് കണ്ടീഷൻ. ഓക്കെ അല്ലേ? ഇനി ഒബ്സർവേഷൻ നോക്കാം. ഓൾറെഡി നമുക്കറിയാം അല്ലേ, കളർ വെച്ചിട്ടാണ് കൂടിയാലും കുറഞ്ഞാലും. ഓക്കെ, ഇനി റോൾ ഓഫ് റിയേജന്റ് ആണെങ്കിലോ ഡൈലൂട്ട് അസറ്റിക് ആസിഡോ അമോണിയ സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ pH മെയിൻറ്റെയിൻ ചെയ്യണം, 3-4 മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. എന്നാലും മെറ്റാലിക് ഇമ്പ്യൂരിറ്റീസിന്റെ കൺവേർഷൻ നടക്കുകയുള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് ഫ്രഷ്ലി പ്രിപ്പയർഡ് സൊല്യൂഷൻ ഹൈഡ്രജൻ സൾഫൈഡ് ഉപയോഗിക്കാനുള്ള റീസൺ എന്ന് വെച്ചാൽ
മെറ്റാലിക് ഇമ്പ്യൂരിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനാണ്. ഇനി ലെഡ് സ്റ്റാൻഡേർഡ് നൈട്രിക് സൊല്യൂഷൻ ഉപയോഗിക്കാറുണ്ട്, യൂസ് എസ് എ സ്റ്റാൻഡേർഡ് ഫോർ കമ്പാരിസന് വേണ്ടിയിട്ടാണ്. സോ ബേസിക്കലി അതനുസരിച്ച് നമ്മൾ എത്രത്തോളം ഹെവി മെറ്റൽ ഇമ്പ്യൂരിറ്റി ഉണ്ട് ഇല്ലെന്നൊക്കെ നമ്മൾ നോക്കുന്നത്. സോ ഇതിനൊരു ഡീറ്റെയിൽഡ് നോട്ട് നമ്മുടെ റെഫറൻസ് നോട്ട് നോക്കുക. അപ്പാരറ്റസിൻ്റെ ഫോട്ടോയെ കൊടുത്തിട്ടുണ്ട്. സോ ഫോട്ടോസൊക്കെ അതുപോലെ വരയ്ക്കാനൊക്കെ ശ്രമിക്കണം കേട്ടോ. സോ അത് അങ്ങനെ തന്നെ പോട്ടെ. സോ ലിമിറ്റ് ടെസ്റ്റ് ഫോർ ആർസെനിക് ആണ്. സോ ലിമിറ്റ് ടെസ്റ്റ് ഫോർ ആർസെനിക് ഇൻവോൾവ് കൺവേർഷൻ ഓഫ് എനി ആർസെനിക് ഇമ്പ്യൂരിറ്റി ഇൻ ദ സാമ്പിൾ ടു ആർസൈൻ ഗ്യാസ്. സോ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ നമുക്ക് അപ്പാരറ്റസ് നമുക്ക് പഠിക്കേണ്ട ആവശ്യമുണ്ട്. റെഫറൻസ് ടെക്സ്റ്റ് ബുക്കിൽ അപ്പാരറ്റസ് ഉണ്ട്, അത് വരയ്ക്ക് പഠിക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. സോ ബേസിക്കലി ഇവിടെ ലിമിറ്റ് ടെസ്റ്റിൽ ഒരൊറ്റ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ഗ്യാസ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. കളറോ സംഭവങ്ങളോ ഒന്നും അല്ല. വിച്ച് റിയാക്ട് വിത്ത് മെർക്കുറി ക്ലോറൈഡ് ടെസ്റ്റ് പേപ്പർ ടു പ്രൊഡ്യൂസ് യെല്ലോ ഓർ ബ്രൗൺ സ്റ്റെയിൻ. അപ്പം ഈ ആർസൈൻ ഗ്യാസ് എന്ത് ചെയ്യുന്നു, മെർക്കുറി ക്ലോറൈഡിൻ്റെ പേപ്പറുമായിട്ട് റിയാക്ട് ആയിട്ട് യെല്ലോ ഓർ ബ്രൗൺ സ്റ്റെയിൻ ഉണ്ടാവുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ്? ആഴ്സനിക് ഞാൻ പറഞ്ഞു, ആഴ്സനിക് ഇമ്പ്യൂരിറ്റി ആണെങ്കിൽ ആഴ്സൻ ഗ്യാസ് ആയിട്ട് മാറുന്നു. മെർക്കുറി ക്ലോറൈഡ് ടെസ്റ്റ് പേപ്പറിൽ വെക്കുമ്പോൾ യെല്ലോ ഓർ ബ്രൗൺ സ്റ്റെയിൻ ഉണ്ടാവുന്നു. ഓക്കെ, ഈ ഇൻറ്റൻസിറ്റി വെച്ചിട്ടാണ് നമ്മൾ അറിയുന്നത്. സോ നമുക്ക് ഇവിടെയും സ്റ്റാൻഡേർഡ് സ്റ്റെയിൻ ഉണ്ട്. 1 ppm ഓഫ് ആർസനിക് അയൺസിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ സ്റ്റെയിൻ നമുക്ക് ഉണ്ട് കേട്ടോ. സോ കെമിക്കൽ റിയാക്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ കെമിക്കൽ റിയാക്ഷൻ അതുപോലെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഫസ്റ്റ് വൺ, ആർസനിക് ഇമ്പ്യൂരിറ്റി ആർ കൺവേർട്ട് ഇൻ ടു ആർസനസ് ആസിഡ് ഓർ ആർസനിക് ആസിഡ് ഇൻ ആസിഡിക് മീഡിയം. സോ ആസിഡിക് മീഡിയത്തിൽ ആർസനസ് ഗ്യാസോ അല്ലെങ്കിൽ ആർസനിക് ആസിഡായിട്ടോ മാറും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ എഴുതിയിരിക്കുന്നില്ല, ഇതെങ്കിലും പഠിക്കുക കേട്ടോ. എന്താണ്? ആർസനിക് ഇമ്പ്യൂരിറ്റി ആർസനസ് ആസിഡ് അല്ലെങ്കിൽ ആർസനിക് ആസിഡായിട്ട് മാറും ആസിഡിക് മീഡിയത്തിൽ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ആർസനിക് ആസിഡ് എന്തെന്നു റെഡ്യൂസ് ടു ആർസീനിയസ് ആസിഡ്. ആർസനിക് ആസിഡ് ആർസീനിയസ് ആസിഡ് ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നു ബൈ സ്റ്റെയിനിയസ് ക്ലോറൈഡ് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. എന്തായിട്ട് സ്റ്റെയിനിയസ് ക്ലോറൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഇനി ആർസീനിയസ് ആസിഡ് ഇസ് ഫെർദർ റെഡ്യൂസ് ടു ആർസൈൻ ഗ്യാസ്. സോ ആർസനിക് ആസിഡിൽ നിന്ന് പിന്നെ റെഡ്യൂസ് ആർസൈൻ ഗ്യാസ് ആയിട്ട് മാറുന്നു വിത്ത് ഹെൽപ്പ് ഓഫ് സിങ്ക് ആൻഡ് ഹൈഡ്രോക്ലോറൈഡ് ആസിഡ് ആണ്. സിങ്കിൻ്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും യൂസ് കൊണ്ട് മാറുന്നു. ഇനി ആർസനിക് ഗ്യാസ് റിയാക്ട് വിത്ത് മെർക്കുറി ക്ലോറൈഡ് ടെസ്റ്റ് പേപ്പർ. ഓക്കെ, ഇത് കഴിഞ്ഞല്ലോ. ഇനി നമ്മൾ ടെസ്റ്റ് പേപ്പറിൽ ഇരിക്കുമല്ലോ, അതിൽ നിന്ന് യെല്ലോ കളർ സ്റ്റെയിൻ തരുന്നു എന്നുള്ളതാണ്. അത് മെർക്കുറിക് ആർസനൈഡ് ഉണ്ടാവുന്നത് കൊണ്ടാണ്. അപ്പം ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ് ഈ കെമിക്കൽ റിയാക്ഷൻ. നിങ്ങൾക്ക് കെമിക്കൽ റിയാക്ഷൻ പഠിക്കാൻ പറ്റില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ എഴുതിയിരിക്കുന്ന ഈ മേജർ പോയിന്റ്സ് എങ്കിലും പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഒബ്സർവേഷൻ നമ്മൾ സ്റ്റെയിൻ വെച്ചിട്ടാണ് നോക്കുന്നത്. സോ അത് വെച്ചിട്ട് ലൈറ്റർ ആണോ അല്ലെങ്കിൽ ഇൻറ്റൻസ് ആണോ നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ഇനി റോൾ ഓഫ് റിയേജൻറ്റ് പറയാം. സ്റ്റെയിനസ് ക്ലോറൈഡ് ഉണ്ട്, അവിടെയാണ് ആഴ്സൻ ഉണ്ടാവാൻ വേണ്ടി സഹായിക്കുന്നത് സ്റ്റെയിനസ് ക്ലോറൈഡ്. സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു. അവിടെ ഹൈഡ്രോജൻ ജനറേറ്റ് ചെയ്യുക ആൻഡ് ജനറേറ്റ് നെസറ്റ് ഹൈഡ്രോജൻ ടു റെഡ്യൂസ് ആർസനിക് കോമ്പൗണ്ട്. ആർസനിക് കോമ്പൗണ്ടിനെ റെഡ്യൂസ് ചെയ്ത് ഹൈഡ്രോജൻ ഗ്യാസ് നെസറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സിങ്കോ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉപയോഗിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ലെഡ് അസിറ്റേറ്റ് കോട്ടൺ വൂൾ ഉപയോഗിക്കുന്നുണ്ട്. സോ അത് ഹൈഡ്രോജൻ സൾഫൈഡിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. ആ ഒരു ഗ്യാസ്കറ്റ് അപ്പാരറ്റസ് ഉണ്ട്, നിങ്ങളത് നമ്മുടെ റെഫറൻസ് ടെക്സ്റ്റ് ബുക്കിൽ നോക്കണം. ആ ഗ്യാസ്കറ്റ് അപ്പാരറ്റസ് അതുപോലെ വരച്ച് പഠിക്കാൻ വേണം കേട്ടോ. സോ പ്രിപ്പറേഷൻ ഓഫ് ആർസനിക് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആണ്. ആദ്യം നമ്മൾ ചെയ്യുന്നത് ആർസനിക് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ 1 ppm ആണ് നമുക്ക് ഉണ്ടാക്കേണ്ടത് കേട്ടോ. സോ ഡൈലൂട്ട് 1 വോളിയം ഓഫ് ആർസനിക് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ടു 10 വോളിയം വിത്ത് വാട്ടർ. സോ നമ്മൾ 1 വോളിയം ഓഫ് ആർസനിക് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ത് ചെയ്യുന്നു, 10 വോളിയം വിത്ത് വാട്ടറിൽ നമ്മൾ ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ 1 ppm എടുക്കുന്നത്. നമുക്ക് 1 ppm വേണ്ട, 10 ppm അല്ല, തിരിഞ്ഞു പോരുന്നത് മറ്റുള്ളവർക്ക് 10 ppm ആണ് കേട്ടോ. അപ്പോൾ ചെറിയ കൺഫ്യൂഷൻ വരും. ഭയങ്കര സിമ്പിൾ ക്ലാസ് ആണ്. അതിൻ്റെ ജനറൽ പ്രിൻസിപ്പിൾ മാത്രം പറഞ്ഞ് പ്രൊസീജിയർ എല്ലാം ഓക്കെയാണ്. ആഴ്സനിക്ക് മാത്രമേ ഡിഫറൻസ് വരുള്ളൂ. മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ലിമിറ്റ് ടെസ്റ്റുകൾ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് ആണ് ബൈ.